ഹലോ കുട്ടികളെ, SSLC +2 എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപാട് ചർച്ച ചെയ്തിരുന്നു അല്ലേ, ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ A+ കിട്ടുമോ, എത്ര ശതമാനം ചോദ്യങ്ങളായിരിക്കും ഫോക്കസ് ഏരിയയിൽ നിന്ന് വരിക എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ കണക്കുകളൊക്കെ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തന്നിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് കഴിഞ്ഞ വർഷത്തേതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ അത് തന്നെ കഴിഞ്ഞ വർഷത്തേത് 100%, പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇപ്രാവശ്യം 50% എന്നുള്ള കണക്കുകളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിഷയമാണ് ഞങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. എന്നാൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ, പുതിയ വല്ല മാർഗ്ഗനിർദ്ദേശങ്ങളും സർക്കാർ ഇറക്കുകയാണെങ്കിൽ, വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു കൊള്ളാം എന്ന് ഞങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നു അല്ലേ. ആ നിലക്കുള്ള കുറച്ച് വാർത്തകളാണ് ഏറ്റവും അവസാനമായി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രം പഠിച്ചാൽ A+ കിട്ടുക സാധ്യമല്ല എന്നുള്ള രൂപത്തിലേക്കാണ് ഏറ്റവും പുതിയ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ വാർത്തകളിൽ നിന്ന് വരുന്നത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ, പണി പാളുമോ എന്നുള്ളത്. ആ വിഷയത്തിൽ എന്താണ് കാര്യങ്ങൾ എന്ന് വിശദീകരിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എന്താണ് കാര്യം? നമ്മൾ ഫോക്കസ് ഏരിയയിൽ നിന്ന് 60%, അതുപോലെ തന്നെ ഫോക്കസ് ഏരിയയിൽ നിന്ന് 70%, അല്ലാത്തത് 30% എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് ആ പോർഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സർക്കാരിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്നത് ആ ചോദ്യങ്ങൾ തന്നെ, അതായത് ഏകദേശം 70% ചോദ്യങ്ങൾ തന്നെ നമുക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് ആയിരിക്കും. എന്നാൽ ഫോക്കസ് ഏരിയയിൽ നിന്ന് പുറത്തായിരിക്കും ബാക്കി ചോദ്യങ്ങൾ എന്നുള്ളതാണ്. അതായത് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 70% ചോദ്യങ്ങൾ ആയിരിക്കും ഫോക്കസ് ഏരിയയിൽ നിന്നുണ്ടാവുക. ബാക്കി 30% ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയക്ക് പുറത്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് ആ പഠിക്കേണ്ട ഭാഗങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് ചോദ്യങ്ങൾ എത്ര ശതമാനമായിരിക്കും എന്നുള്ളതാണ്. 70% ചോദ്യങ്ങൾ, അതായത് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 70% മാർക്കാണ് ലഭിക്കുക. എന്നാൽ ഫോക്കസ് ഏരിയക്ക് പുറത്ത് നിങ്ങൾ പഠിച്ചാൽ ബാക്കി മാർക്കുകൾ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സർക്കാരിൻ്റെ പുതിയ മാർഗ്ഗനിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് കുറച്ച് പ്രയാസകരമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷത്തെ SSLC റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള പരാതികൾ ഉണ്ടായിരുന്നു. കാരണം എന്താ, എല്ലാവർക്കും ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ A+ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് A+ കിട്ടി. അതുവഴി എല്ലാവർക്കും ഫുൾ A+ ആയതുകൊണ്ട് തന്നെ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കുറയുന്നു, പരീക്ഷ കൊണ്ട് കാര്യമില്ല എന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വന്നിരുന്നു. അതിനുള്ള പരിഹാരമായിട്ടാണ് ഇപ്രാവശ്യം ഫോക്കസ് ഏരിയക്ക് പുറത്തു നിന്നുകൊണ്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് A+ കിട്ടുകയുള്ളൂ എന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പുതിയ മാർഗ്ഗനിർദ്ദേശം കൊടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമ്മൾ കുറച്ച് സീരിയസ് ആയി പഠനത്തെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായും ഒരുപാട് ആളുകൾക്കുള്ള വലിയൊരു വിഷമാണല്ലേ, ഭയങ്കര ടെൻഷനായി. കാരണം ഇത്രയും കാലം നമ്മൾ വിചാരിച്ചിരുന്നത് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാലും A+ ഒക്കെ കിട്ടും, അതുകൊണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാമെന്നൊക്കെ ആയിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകൾ ഒരു വേള തകർന്നു പോകുമോ എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയുള്ള ഒരുപാട് ടെൻഷനുള്ള ആളുകളുണ്ടാവും. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള ആളുകൾ ഈ വീഡിയോ കേൾക്കുന്ന SSLC പരീക്ഷ എഴുതുന്ന ആളുകളുണ്ടാകും. ഒന്നെന്താണ്, ഇതുവരെ തന്നെ, അതായത് മുൻപേ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ SSLC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫോക്കസ് ഏരിയക്ക് വരുന്നതിന് മുമ്പേ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങിയ ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഓൾറെഡി ഓരോ വിഷയത്തിൻ്റെയും ഓരോ പാഠത്തിൻ്റെയും നോട്ടുകളും, അതായത് നിങ്ങളുടേതായ നോട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ഇത്രയും കാലം പഠിച്ച രൂപത്തിൽ തന്നെ പൂർണ്ണമായി സിലബസിനെ കവർ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ ഫോക്കസ് ഏരിയയിലുള്ള ഭാഗങ്ങൾ കുറച്ചുകൂടി പ്രാധാന്യത്തോടു കൂടി പഠിക്കുക. ബാക്കി ഭാഗങ്ങളും നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ എക്സാമിന് പോവുക. പക്ഷേ കൂടുതൽ ആളുകളും ഇങ്ങനെ ആയിരിക്കില്ല അല്ലേ. കൂടുതൽ ആളുകളും ഇപ്പോൾ ഈ ഫോക്കസ് ഏരിയയൊക്കെ വന്നതിന് ശേഷം അല്ലെങ്കിൽ ജനുവരി തൊട്ട് പഠിക്കാം എന്നൊക്കെ വിചാരിച്ച് വൈകിപ്പിച്ച ആളുകളായിരിക്കും ഒരുപാട് ആളുകൾ. അത്തരക്കാരായ ആളുകൾക്കായിരിക്കും കൂടുതൽ ടെൻഷനും അല്ലേ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, അങ്ങനെയുള്ള ആളുകൾ
പിന്നെ ഈ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്, ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ സാറേ, അതുകൊണ്ട് ഇനി പഠിച്ചാലും കിട്ടുമോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തീർത്തു പറഞ്ഞിരുന്നു കിട്ടും, ഇനി പഠിച്ചാലും കിട്ടും എന്നുള്ളത്. അത്തരക്കാരായവരുടെ ഈ പുതിയ മാർഗ്ഗനിർദ്ദേശത്തിന് ശേഷവും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് A+ തന്നെ കിട്ടും. എന്ത് തന്നെ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ മാറ്റങ്ങളൊക്കെ വന്നാലും നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ എന്നുള്ളതാണ്. അവിടെയാണ് ഞങ്ങൾ അവഞ്ചേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വരുത്തുന്ന മാറ്റം നിങ്ങൾ അറിയിക്കുന്നത്. അവഞ്ചേഴ്സിൽ നമ്മൾ ഇത്രയും കാലം ചെയ്തിരുന്നത് ഫോക്കസ് ഏരിയയിൽ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുകയും എന്നാൽ പിന്നെ പുറത്തുനിന്ന് പ്രധാനമായും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഏരിയകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് മുതലുള്ള അവഞ്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് തന്നെ, എന്നാൽ അതേ സമയത്ത് ഈ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സാറന്മാർ എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളോളം ഈ ഫീൽഡിൽ എഡ്യൂക്കേഷൻ രംഗത്ത് പിന്നെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാം എന്തൊക്കെയാണ് ഫോക്കസ് ഏരിയയിൽ നിന്ന് പുറത്തുനിന്ന് വരികയാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ഏതൊക്കെ ഏരിയാസ് ആണ് എന്നുള്ളത് അവർക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നു മുതലുള്ള അവഞ്ചേഴ്സിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയ ആദ്യം നിങ്ങളെ പഠിപ്പിക്കും, അതിനുശേഷം എക്സ്ട്രാ ആയി നിങ്ങൾ പഠിക്കേണ്ട പ്രധാന ഭാഗങ്ങൾ കൂടി മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫോക്കസ് ഏരിയക്ക് പുറത്തേക്കുള്ള കാര്യങ്ങൾ മുഴുവൻ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഇനി പോസിബിൾ അല്ലാത്ത കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ സമയം പിന്നെ വളരെ പരിമിതമാണെന്നുള്ളത് കൊണ്ട് നിങ്ങളെ സഹായിക്കുക. അതായത് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ഉറക്കം ഒഴിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ടെൻഷൻ അടിച്ചോളാം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉറക്കം ഒഴിച്ചോളാം, ഞങ്ങളെ ആലോചിച്ച് അതുപോലെ തന്നെ ഫോക്കസ് ഏരിയയിലുള്ളത് ഏതൊക്കെയാണ്, അതിന് പുറത്തുനിന്ന് വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ് എന്ന് ഞങ്ങൾ ടെൻഷൻ അടിച്ചോളാം. ആ രൂപത്തിൽ ഞങ്ങളെ ടെൻഷൻ അടിക്കാൻ നിങ്ങൾ വിട്ടുകൊള്ളാം, നിങ്ങൾ കൂളായി തന്നെ മുന്നോട്ട് പോവുക. ആ രൂപത്തിൽ ഇനി മുതലുള്ള അവഞ്ചേഴ്സ് ക്ലാസ് എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയയും അതിൻ്റെ പുറത്തുനിന്ന് പ്രധാനമായും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏരിയാസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടുള്ള രൂപത്തിലായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ. അതുകൊണ്ട് ഇത് ഒരുപാട് ഇപ്പോൾ ഈ അവഞ്ചേഴ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളുടെ മാത്രം ഒരു വിഷയമല്ല, ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണല്ലേ. SSLC പരീക്ഷ എഴുതുന്ന ഒരു പിന്നെ 60% ആളുകൾ അല്ലെങ്കിൽ 70% ആളുകളും ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന, അവർ ഇപ്പോൾ ഈ ഒരു സമയത്ത് പഠിച്ച് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും കാലം കാര്യമായി പഠിക്കാത്ത ആളുകളായിരിക്കും മിക്ക ആളുകളും. അതുകൊണ്ട് ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് അവഞ്ചേഴ്സ് കോഴ്സിൽ നിങ്ങൾ ഇന്ന് മുതലുള്ള കോഴ്സിൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ ഒരു വിഷയം അറിയിക്കുക. എല്ലാവരും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ വിഷയത്തിൽ ഇനി നമ്മൾ പേടിക്കേണ്ടതില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ പിന്നെ ഗൂഗിൾ ഫോമും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കോംപ്ലക്സ് ആക്കുന്നില്ല. അവഞ്ചേഴ്സ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ സുഹൃത്തുക്കളോട് എല്ലാവരോടും അല്ലേ 7561881133 എന്നുള്ള ഈ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞങ്ങൾ 2 വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, അതിലേക്ക് ജസ്റ്റ് പിന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അല്ലേ. എല്ലാവരും ടെൻഷൻ അടിക്കായിരിക്കും, ആ ടെൻഷനൊക്കെ നമുക്ക് മാറ്റാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഫോക്കസ് ഏരിയക്ക് പുറത്തു നിന്നും ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള സെലക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ യാതൊരു നിലക്കും ടെൻഷൻ അടിക്കേണ്ടതില്ല. നമുക്ക് ഫുൾ പവറോട് കൂടി തന്നെ അല്ലേ, അവഞ്ചേഴ്സ് ബാച്ചിലൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഫുൾ പവറോട് കൂടി തന്നെ നമുക്ക് SSLC വരെ പോകേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ടൈം ടേബിൾ അത് കൃത്യമായി ഇനി പാലിക്കേണ്ടതുണ്ട്. ഇത്രയും കാലം ഫോക്കസ് ഏരിയക്ക് ആയതുകൊണ്ട് കുറച്ച് ലൂസാക്കിയ ആളുകൾ ഇനി മുതൽ നമ്മൾ തന്ന ടൈം ടേബിളിൻ്റെ ആ ഒരു സമയം കൃത്യമായി പാലിച്ചുകൊണ്ട് 3.5 മണിക്കൂർ എന്നുള്ളതും അതുപോലെ തന്നെ അതിൽ കൂടുതൽ പറ്റുന്നവർ പരമാവധി നിങ്ങൾ പിന്നെ പരിശ്രമിച്ചുകൊണ്ട് ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ടൈം ടേബിൾ ആരെങ്കിലും പിന്നെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അത് കിട്ടിയിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ ചാനലിൽ ആ ടൈം ടേബിൾ ഉണ്ട്. ആ രൂപത്തിൽ തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു പേടിയും പേടിക്കേണ്ടതില്ല. നമുക്ക് പണി പാടില്ല അല്ലേ, പണി പാടുമെന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. പണി പാടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. മാർച്ച് 31-ാം തീയതി വരെ, അതല്ല ഓരോ എക്സാമിൻ്റെ ഇടയിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ധൈര്യവും തന്നുകൊണ്ട് എന്തൊക്കെ നിങ്ങൾ പഠിക്കണം, എവിടെയൊക്കെ നിങ്ങൾ നോക്കണം എന്നുള്ള എല്ലാ ടിപ്സും പറഞ്ഞുകൊണ്ട്, എങ്ങനെ പഠിക്കണം എന്നടക്കം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ ഞങ്ങളുടെ കൂടെയും ഉണ്ടായാൽ മാത്രം മതി. പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. നമുക്ക് ഒരുമിച്ച് ഈ ഒരു SSLC എന്നുള്ള കടമ്പ കടക്കാൻ സാധിക്കും. ഫുൾ A+ കൂടി തന്നെ നമുക്ക് നമ്മുടെ +1 പ്രവേശനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായിരിക്കുക. ഒരിക്കലും ഇതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് സമയം കളയേണ്ടതില്ല. നമുക്കിനി കളയാൻ സമയമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരും SSLC അവഞ്ചേഴ്സ് ബാച്ചിൽ ചേരാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ ഫ്രീ തന്നെയാണ്. ഒരു രൂപ പോലും നിങ്ങൾ തരേണ്ടതില്ല. പൂർണ്ണമായി നമുക്ക് സൗജന്യമായി തന്നെ ഈ ഒരു പ്രയത്നം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതുകൊണ്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്.